ഹലോ മക്കളെ, ഇനി നമുക്ക് നമ്മളെ കൂന് വെച്ചിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളെ ചട്ടിക്ക് വെളിച്ചെണ്ണ വാർന്നു കൊടുത്തേക്കണേ. പിന്നെ അത് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ടിയും ഒരു 2 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മളെ അരിഞ്ഞ് വെച്ച സവാള അത് ഞാൻ ചെറുതാക്കിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് നല്ലോണം ഒന്ന് വാട്ടി എടുക്കുക കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്താണ് വാട്ടിയെടുക്കുക. പിന്നെ നമുക്കൊരു തക്കാളിയും കൂടി ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് വേകാൻ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമുക്ക് കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക കേട്ടോ, എരിവിനൊക്കെ അനുസരിച്ച്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കേട്ടോ, അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മളെ മസാലേൻ്റെ ആ ഒരു പച്ചമണം മാറണവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മളെ കൂന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറഞ്ഞ വെള്ളം ഞാൻ ചേർക്കണുള്ളൂ, കാരണം ഞാൻ ഒരു കറി പോലെ ആക്കി എടുക്കണില്ല. ഇത് നമുക്ക് ആ ഒരു മസാലൻ്റെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറി ഒന്നിങ്ങോട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കൂന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂന് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് കേക്ക് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഇത്തിരി വെള്ളമുണ്ട്. പിന്നെ നമ്മളെ കൂണിലും തന്നെ കുറച്ച് വെള്ളമൊന്നും ഉണ്ടാകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5, 6, 7 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ നമ്മളെ കൂന് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ചങ്ങാണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറച്ചും കൂടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ലെവലേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തക്കാളി സോസ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഓപ്ഷണലാണ്, പക്ഷേ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചപ്പാത്തിക്കോ പത്തിരിക്കോ നമ്മളെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂനിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.